ഈ ഓർത്തഡോക്സ് സഭ എൻ്റെ മനസ്സിൽ കയറി വന്നത് NBRന്റെ ഉദ്ഘാടന ദിവസം ഒരു തിരുമേനി അതേത് സഭയുടെ അതൊന്നും അറിയില്ലായിരുന്നു. ഒരു തിരുമേനി കയറി വരികയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുമേനി കയറി വരുന്നു. അതുവരെ തിരുമേനിയെ ക്ഷണിക്കപ്പെട്ട ലിസ്റ്റിലില്ല. അപ്പോൾ ഞാൻ അന്ന് സെക്രട്ടറിയായ വലായുധനോട് ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. ഏതായാലും അയാളെ സ്റ്റേജിലിരുത്തണം, ഇപ്പം VIP റൂമിൽ കൊണ്ട് ഇരുത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതാണ്. ആ ഉദ്ഘാടന ദിവസം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അദ്ദേഹം പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്: ഞാൻ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ്. എനിക്ക് 2 തരം ക്യാൻസറുണ്ട്. ഞാനിപ്പോൾ ബോംബെയിലെ ടാറ്റ ക്യാൻസർ സെൻ്ററിലാണ് ചികിത്സ. ഇതിൻ്റെ ചെയർമാൻ പറഞ്ഞു, ഇതൊരാശ്രമം പോലെ എന്നാണ് മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ആശ്രയിക്കാലോ അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, തീർച്ചയായും. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ജൂണിലാണെന്ന് തോന്നുന്നു, ഒരു ദിവസം തിരുമേനി എന്നെ വിളിക്കുകയാണ്. വിജയകൃഷ്ണൻ എപ്പോഴാണ് NBRൽ ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ തിരുമേനി? അല്ല, എനിക്ക് താങ്കളെയും ഡോക്ടർമാരെയും ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, തിരുമേനി വന്നോളൂ, ഉച്ചൻ്റെ ശേഷം ഞാൻ അവിടെ ഉണ്ടാകും. തിരുമേനി ഉച്ചയ്ക്ക് വന്നപ്പോൾ വാര ഡോക്ടറും അതുപോലെ തന്നെ ശ്രീധരൻ ഡോക്ടറും ഒക്കെ തന്നെ, ബാക്കി എല്ലാ ഡോക്ടർമാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇരുന്ന് സംസാരിച്ചപ്പം പറഞ്ഞു, ആ മരുന്നിൻ്റെ പേര് പറഞ്ഞു. ആ മരുന്ന് 2000 ചില്ലാനം രൂപയ്ക്കാണ് കിട്ടുന്നത്. അത് ഞാൻ VIP ആയതുകൊണ്ടാണ് ടാറ്റ തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ശ്രീധരൻ ഡോക്ടർ പറഞ്ഞു, ഇതിവിടെ 500 ചില്ലാനം രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ശ്രീധരൻ ഡോക്ടർക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ആരെയും പേടിയില്ലാതെ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയും. അത് രോഗിയോടായാലും പറയും, അത് ഇനി എനിക്ക് പറ്റൂല എന്ന് പറയും. അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്നൊന്നറിയില്ല, അയാളുടെ ഒരു രീതിയാണ്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ട രീതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നും മറച്ചു വെക്കാതെ പറയാൻ. പക്ഷെ രോഗിയോട് പറയുമ്പം അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതുപോലെ പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ഇനി ചികിത്സ ഇവിടെ തുടങ്ങുകയാണ്. തിരുമേനി എപ്പോൾ വേണമെന്ന് വെച്ചാൽ വരാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന ദിവസങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കും തിരുമേനി, എൻ്റെ ഒരാവശ്യമില്ല. എന്നാലും വിജയകൃഷ്ണൻ വരുന്ന ദിവസത്തേക്ക് ഞാൻ മാറ്റിവെക്കാം. അങ്ങനെ അദ്ദേഹം വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പരമാവധി ഉണ്ടാവാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു നവംബറിലാണെന്ന് തോന്നുന്നു, ഒക്ടോബറിലാണെന്നാണ് പറയുന്നത്. ഒരു ദിവസം, അതും ഒരു വെള്ളിയാഴ്ച, എന്നെ ഇവിടുന്ന് വിളിക്കുകയാണ്. തിരുമേനി കാണണമെന്ന് പറയുന്നുണ്ട്, സാർ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ എത്താമെന്ന് പറഞ്ഞു. 10 മണിയായപ്പോൾ ഞാൻ എത്തിയപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ ചൊവ്വാഴ്ചയല്ല, അടുത്ത ചൊവ്വാഴ്ച ഞാൻ ഈ ലോകത്തിനോട് യാത്ര പറയും. തിരുവസ്ത്ര എന്താ പറയാത്, അത് അഴിച്ചു വെക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ വിജയകൃഷ്ണൻ ഇവിടെ വിട്ടു പോകരുത്. ഞാൻ പറഞ്ഞേ, തിരുമേനി അങ്ങനെയൊന്നുമില്ലല്ലോ,
അതൊക്കെ ഡോക്ടർമാർ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ അച്ഛനോട് ആംഗ്യം കാട്ടി ഒരു ചെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് CN വിജയകൃഷ്ണൻ എഴുതിയിട്ട് അദ്ദേഹം തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ പൈസ വാങ്ങില്ല, അങ്ങോട്ടെന്ത് കൊടുക്കാൻ പറ്റും എന്നല്ലാതെ ഇങ്ങോട്ട് വാങ്ങണ പരിപാടിയില്ല, കയ്യിൽ വെക്കൂ എന്ന് പറഞ്ഞു. കൂടെയുള്ള അച്ഛന്മാർ നിർബന്ധിച്ചു. മാത്രമല്ല അദ്ദേഹം കരയുകയും ചെയ്തു. അപ്പം ആ ചെക്ക് വാങ്ങി. അന്നും റസീദ കൂടെയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്പം തന്നെ ചെക്ക് പുറത്തിറങ്ങി ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ബലായുധനോട് പറയണം ഈ ബുധനാഴ്ചയല്ല, അതിൻ്റെ അടുത്ത ബുധനാഴ്ച നമ്മളെ അനുശോചനം NBR ഭരണസമിതിയും ജീവനക്കാരും എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പം ചെക്കായിട്ട് വേലായുധേട്ടൻ എന്നെ വന്ന് കണ്ട്. അപ്പം വേലായുധേട്ടൻ എന്നോട് ചോദിച്ചു, ഇതെന്താണ് ഈ ബുധനാഴ്ചയല്ല അടുത്ത ബുധനാഴ്ച? ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച അദ്ദേഹം മരിക്കുന്നു പറയുന്നത്. അപ്പം ബുധനാഴ്ച പത്രത്തിൽ മനോരമേൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കണം, ഈ പൈസ അതിന് ഉപയോഗിച്ചോളണം, അതിലും ജാസ്തി പൈസ വിരാച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചോളണം. അല്ല, അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറയുന്നതാണ്, അപ്പം നമ്മളത് വിശ്വസിക്കണം എന്ന് ഞാൻ തമാശയാക്കി പറയും ചെയ്തു. ദിവസം ഞാൻ ഇവിടെ വരാറുണ്ട്. ചൊവ്വാഴ്ച ആയപ്പം ചൊവ്വാഴ്ച അന്ന് ഇന്ത്യൻ മാള് മഞ്ചേരി പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ എഞ്ചിനീയർമാരും മറ്റുള്ള സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഉള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് മഞ്ചേരി എത്തി. മഞ്ചേരി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇവിടുന്ന് ഫോൺ വരാൻ തുടങ്ങി, തിരുമേനിയുടെ സ്ഥിതി മോശമാവുക. അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 3 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നതിൻ്റെ ശേഷം മരിക്കുള്ളൂ എന്ന്, അതുകൊണ്ട് ഞാൻ വന്നതിൻ്റെ ശേഷം മരിക്കുള്ളൂ എന്ന്. അപ്പോഴും എൻ്റെ മനസ്സിൽ തമാശയാണ്. പക്ഷേ ഞാൻ 3 മണിക്ക് വരുമ്പോൾ അന്നുള്ള സിസ്റ്റർമാർക്കൊക്കെ അറിയാം, പ്രസീത കൂടെ ഉണ്ടായിരുന്നു, വേറെ ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് കാണുന്നത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു, തിരുമേനിയുടെ അമ്മ ഉണ്ട്, വേറെ തിരുമേനിമാരുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കൈ നേരെ വെച്ച്, കുരിശ് നേരെ വെച്ച്. ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണോ എന്ന് അന്നും എനിക്കറിയില്ല, എന്നും എനിക്കറിയില്ല. അപ്പം ഇത് ചെയ്യണം കണ്ടപ്പം പ്രാർത്ഥന നിന്നു. ഞാൻ കുറച്ച് നേരം കണ്ണടച്ചങ്ങ് നിന്നു, ഒരു 2-3 മിനിറ്റ്. തിരിച്ചു വരുമ്പം ഇവളെന്നെയാ ചോദിച്ചെന്ന് തോന്നുന്നു ലിഫ്റ്റിൽ നിന്ന്, സാർ എന്താണ് ആലോചിച്ചത് ആ സമയത്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു, ഏതെങ്കിലും ദൈവം ഉണ്ടിച്ച് അയാളൊന്ന് കൊണ്ടോട്ടെ എന്നാണ് ആലോചിച്ചത്, ഇനി കിടത്തരുതേ എന്നാണ് ആലോചിച്ചത്. ഞാൻ ചുവട്ടിലിറങ്ങി നടക്കുമ്പോഴാണ് ബാബ തിരുമേനി കയറി വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, വിജയകൃഷ്ണൻ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, ഞാൻ താങ്കളെ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോട്ടയത്ത് അരമനയിലേക്ക് പോവുകയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ അത് അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മരിക്കുന്നതിൻ്റെ കാരണം മൂപ്പര് പറഞ്ഞത്, ബാബ തിരുമേനി ജർമ്മനിയിലാണ്, തിങ്കളാഴ്ച അദ്ദേഹം വരും, അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ബാബ തിരുമേനി എന്നോട് പറഞ്ഞു, എന്തെങ്കിലും സംഭവിച്ചാൽ കോയമ്പത്തൂർ ആശ്രമത്തിലാണ് കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുമേനിയോട് നിങ്ങളിപ്പം പോകണ്ട, ഒരു 7 മണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോഴേക്കും
മരിച്ചു എന്നുള്ള റിസൾട്ട് വന്നു. ഏതോ ഒരു നേഴ്സ് ഓടി വന്നിട്ടാണ് പറഞ്ഞത് തിരുമേനി പോയി. അപ്പം തന്നെ ഞാൻ വാർഡ് ഡോക്ടറോട് പറഞ്ഞു അദ്ദേഹത്തെ മുമ്പ് കൂടി കൊണ്ടുപോകണം. വാർഡ് ഡോക്ടർ പറഞ്ഞു അത് പറ്റൂല, മരിച്ച മൃതദേഹമാണ്, അത് സാധാരണ കൊണ്ടുപോകണ വഴിക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, അയാൾ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. മൃതദേഹം കടത്തിയിട്ടാണല്ലോ കൊണ്ടുപോകുക. അതുകൊണ്ട് മുമ്പിൽ ഇവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു അനുശോചനം കൊടുത്ത് അദ്ദേഹത്തിന് യാത്രയാക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുന്നത് വരെ പോകും. ആ യാത്രയിൽ പങ്കെടുത്ത നേഴ്സുമാരുണ്ടോ, അന്ന് നോക്കിയുള്ള നേഴ്സുമാർ ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരൊക്കെ കൂടെ വേറെ കാറിൽ വന്നിരുന്നു. 2 ദിവസമാണ് എടുത്തത്. 2ാമത്തെ ദിവസം വാളയാർ വിട്ടതിന് ശേഷം ഞാൻ വീണ്ടും പാലക്കാട് ക്ലബിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ഇവരെ ഈ സ്ഥലത്തേക്ക് പോയി, ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത്. ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് തിരുമേനിയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദിവാസികളൊക്കെ പൊട്ടിക്കരയുന്ന രംഗം കണ്ടത്. സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളും 10-15,000-ഓളം ആളുകൾ ലൈവായി TV വെച്ചൊക്കെ കാണുക. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ ആഗ്രഹം നോക്കിയപ്പം ബാബ തിരുമേനി ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത്. ഡെഡ് ബോഡി ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ച് അങ്ങനെ തന്നെ നിർത്തി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അന്നാണ് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ബുക്കുണ്ട്, 57 പേജാ, എത്രയോ ആവട്ടെ, ചെറിയൊരു ബുക്ക്, അത് പൂർണ്ണമായി വായിച്ചിട്ടാണ് ചടങ്ങുകൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. ഒരു പിടി മണ്ണ് എൻ്റേതായിട്ട് വിടണം എന്ന് പറഞ്ഞപ്പം തിരുമേനി പറഞ്ഞ് മണ്ണല്ല കുന്തിരിക്കമാണ് ഉപയോഗിക്കുക എന്ന്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വിശ്വാസത്തിന് ഇതിനൊന്നും കുഴപ്പമുണ്ടെങ്കിൽ അത് വേണ്ട. അങ്ങനെ ബാബ തിരുമേനി പിടിച്ചു കൊണ്ടുവന്ന് ഈ പ്രാർത്ഥന നടക്കുന്ന തിരുമേനി ഉണ്ടായിരിക്കും ആ സദസ്സിൽ. ഈ അവസാനത്തെ ഇത് ചെയ്യുന്ന ആൾ ആരാണോ അതാണ് ആ മൃതദേഹത്തിൻ്റെ ഇല്ലച്ച ആ വിട്ടുപോയ ആളുടെ എന്താ പറയുക അവകാശി. അങ്ങനെയാണെങ്കിൽ അവസാനം തിരുമേനിയെ തിരുമേനി എന്ന് വിളിച്ചത് വിജയകൃഷ്ണനാണ്. NBR ക്യാൻസർ സെൻ്ററിനും നമുക്കൊക്കെ അതിനോടുള്ള കടപ്പാട്, നമ്മുടെ സഭയ്ക്കുള്ള കടപ്പാട് വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം പറയുകയും 2 വാക്ക് വിജയകൃഷ്ണൻ സംസാരിക്കുകയും ചെയ്യുകയും എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ എൻ്റെ കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി. എന്താണ് സംസാരിക്കേണ്ടത്? ഒരു ഐഡിയ ഇല്ലാതെ കയറിയതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യത്വമുള്ളവൻ ആയിരിക്കണം എന്നാണ്. അതിനെക്കാട്ടിലും വലിയ മനുഷ്യത്വമുള്ള ആളാണ് ഈ തിരുമേനി. അതുകൊണ്ടാണ് ഈ കയറി വരുന്നിടത്ത് ആദിവാസികളടക്കം പൊട്ടിക്കരയുന്നത്. എനിക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ പുതിയ കെട്ടിടത്തിന് ഇതേ ദിവസം അദ്ദേഹത്തിൻ്റെ പേരിടും. അതാണ് നിങ്ങൾ കാണുന്ന എന്താ ബിൽഡിങ്ങിൻ്റെ പേര്? അവിടെ പോയാൽ ആധാർ കാണാം. അത്ര ആളുകൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. എല്ലാ സ്വാമിമാരെയും വിളിച്ചു, എല്ലാ മതസ്ഥിലെ ആളുകളെയും വിളിച്ചു, എല്ലാ സഭകളിലെ ആളുകളെയും വിളിച്ച് അതേ ദിവസം അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് നമ്മളെ വിട്ടുപോയ പാണക്കാട് ശിവതങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്തത്.